ഹലോ ഫ്രണ്ട്സ്, ടെക്നോ ഫസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ സെപ്റ്റംബർ 14-ാം തീയതി ലോഞ്ച് ചെയ്ത 4 ഫോണുകളെ പറ്റിയാണ്. ഐഫോൺ 13 മിനി, ഐഫോൺ 13, ഐഫോൺ 13 പ്രോ ആൻഡ് ഐഫോൺ 13 പ്രോ മാക്സ്. ഇങ്ങനെ 4 ഫോണുകളാണ് ആപ്പിൾ പുതുതായി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കോൺഫിഗറേഷൻ എന്തെല്ലാം പ്രത്യേകതയോടുകൂടിയാണ് ആപ്പിളിൻ്റെ പുതിയ ഫോൺ വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഐഫോൺ 13 മിനി, ഐഫോൺ 13 ഈ 2 ഫോണിനും ഡ്യുവൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ 2 ക്യാമറയും ഐഫോൺ 13 മിനി ഒരല്പം ചെറുതാണ്, ഒരല്പം വലിപ്പം കൂട്ടി ഐഫോൺ 13 ഇറക്കിയിരിക്കുന്നു. 2 ക്യാമറയുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 3 ക്യാമറയോടുകൂടി ഇറക്കിയിരിക്കുന്നത് ഐഫോൺ 13 പ്രോയും ഐഫോൺ 13 പ്രോ മാക്സുമാണ്. ഐഫോൺ 13 മിനിയും ഐഫോൺ 13ഉം 5 കളറിൽ ഇറക്കിയിട്ടുണ്ട്. ഐഫോൺ 13 പ്രോയും ഐഫോൺ 13 പ്രോ മാക്സും 4 കളറിലും ഇറക്കിയിരിക്കുന്നു. എല്ലാ ഫോണിലും 4 ഫോണിലുമുള്ള പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതയായി കൊടുത്തിരിക്കുന്ന ചില ഫെസിലിറ്റീസുകൾ എല്ലാ ഫോണിലും സിനിമാറ്റിക് മോഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. എന്താണ് ഈ സിനിമാറ്റിക് മോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമ എടുക്കുമ്പോൾ സിനിമാ സ്ക്രീനിൽ ഓരോ വ്യക്തിയുടെയും മുഖങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പോലെ ഐഫോൺ 13ഉം ഐഫോൺ 13 മിനിയും ഐഫോൺ 13 പ്രോയും മാക്സിലും കൂടെ ഈ 4 ഫോൺ ഉപയോഗിച്ചും നമുക്ക് സിനിമാറ്റിക് മോഡിൽ ഷൂട്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ പ്രത്യേകത, ഒരു വ്യക്തിയുടെ മുഖം ഫോക്കസ് ചെയ്തിട്ട് അതേ നിമിഷം തന്നെ ക്യാമറ തിരിക്കുമ്പോൾ അടുത്ത വ്യക്തിയുടെ അടുക്കിലേക്ക് ക്യാമറ സൂമാവുന്നു. അപ്പോൾ ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെ നമുക്കൊരാളുടെ മുഖത്ത് നിന്ന് സൂം മാറ്റി അടുത്ത ആളുടെ മുഖത്തേക്ക് ഓട്ടോമാറ്റിക്കായി മാറ്റുന്ന ഫെസിലിറ്റിയാണ് ഈ ഫോണിൽ എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഇംപ്രൂവ്ഡ് ലോ ലൈറ്റ് ഷൂട്ടിംഗ് ആണ്. ഇരുട്ടുള്ള മുറിയിലും നമുക്ക് മികച്ച ചിത്രങ്ങളും വീഡിയോസും എടുക്കുവാൻ ഈ 4 ഫോണിലും ഒരുപോലെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഫോട്ടോഗ്രാഫി സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. അത് ഇൻബിൽട്ടായിട്ട് തന്നെ തന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് വിവിധ സ്റ്റൈലുകളിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് സ്കിൻ ടോൺ അനുസരിച്ച് ഫോട്ടോയോ വീഡിയോസോ നമുക്ക് ചെയ്യുകയും എഡിറ്റ് ചെയ്യുവാനുള്ള സൗകര്യം ഐഫോൺ ഒരുക്കിയിരിക്കുന്നു. ഈ 4 ഫോണിലും സിറാമിക് ഷീൽഡ് പരിരക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ വീണാൽ പൊട്ടില്ല, പൊടി കയറുമെന്ന് ഭയപ്പെടേണ്ട. കൂടാതെ വാട്ടർ റെസിസ്റ്റൻ്റ് കൊടുത്തിരിക്കുന്നു. സാധാരണ രീതി വെള്ളം വീണാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഈ 4 ഫോണിലും A15 ബയോണിക് ചിപ്പ് സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ചിപ്പ് സെറ്റ് സീരീസ് ആണിത്, A15 ബയോണിക് ചിപ്പ് സെറ്റ്. ഇനി 4 ഫോണിലും കൊടുത്തിരിക്കുന്ന എടുത്തു പറയേണ്ട വിശേഷത, സൂപ്പർ ഫാസ്റ്റ് 5G ആപ്പിൾ വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ലോങ്ങർ ബാറ്ററി ലൈഫും പറയുന്നുണ്ട്. ഈ ലോങ്ങർ ബാറ്ററി ലൈഫ് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം, മറ്റെല്ലാ ഫോൺ കമ്പനികളും പറയുന്ന പോലെ mAh കണക്കൊന്നും ആപ്പിൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു ദിവസത്തിലധികവും ബാറ്ററി നിലനിൽക്കും, അല്ലെങ്കിൽ ലോങ്ങർ ബാറ്ററി ലൈഫ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏറിപ്പോയാൽ ഒരു 4000-5000 mAh ഈ 4 ഫോണിൻ്റെ അകത്തും ബാറ്ററി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഐഫോൺ 13 പ്രോയിലും ഐഫോൺ 13 പ്രോ മാക്സിലും മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രത്യേകത, സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. വിത്ത് പ്രോ മോഷൻ ഡിസ്പ്ലേ ആണ് ഐഫോൺ 13 പ്രോയ്ക്കും പ്രോ മാക്സിനും കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ക്യാമറയെ കൊടുത്തിരിക്കുന്നതിൽ മാക്രോ ഫോട്ടോഗ്രാഫിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 3 മടങ്ങ് ഒപ്റ്റിക്കൽ സൂമോട് കൂടിയാണ് ഈ ഐഫോൺ 13 പ്രോയും പ്രോ മാക്സും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഐഫോൺ 13 മിനിയും ഐഫോൺ 13 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം. ഈ 4 ഫോണുകളും എല്ലാ സൗകര്യം ഏതാണ്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ, സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ, മാക്രോ ഫോട്ടോഗ്രാഫി, ഒപ്റ്റിക്കൽ സൂമും ഐഫോൺ 13 പ്രോയിലും
പ്രോ മാക്സിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിനിമാറ്റിക് മോഡാണ് ഇതിലെ എല്ലാ 4 ഫോണിലും കൊടുത്തിരിക്കുന്ന എടുത്തു പറയത്തക്ക ക്യാമറ വിശേഷത എന്ന് പറയാവുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ സൂം ചെയ്യുന്നതിൻ്റെ ഒരു ഡ്രാമാറ്റിക്കായി സൂം ഓട്ടോമാറ്റിക്കായി ചെയ്യുകയും ഒരു ഡെപ്ത് എഫക്റ്റോടു കൂടി നമുക്ക് ഫിലിം ഷൂട്ട് ചെയ്യുവാൻ iPhone 13 ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് iPhone 13ൻ്റെ വിശേഷതകൾ.